ഇറാൻ തങ്ങളുടെ സൊറയ എന്ന ഉപഗ്രഹം ജനുവരി 20-ന് വിജയകരമായി വിക്ഷേപിച്ചതായി സർക്കാർ നടത്തുന്ന ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സൊറയ എന്ന് പേരിട്ട ഈ ഇറാൻ ഉപഗ്രഹം ഭൗമോപരിതലത്തിൽ നിന്ന് 750 കിലോമീറ്റർ ദൂരത്തിലെ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഗസ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ ചൊല്ലി മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വന്നത്. ഇറാനും പാകിസ്ഥാനും പരസ്പരം രാജ്യങ്ങളിൽ വ്യോമാക്രമണം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ കൂടിയാണിത്. എന്നാൽ രാജ്യത്തിന്റെ എയ്റോസ്പേസ് പ്രോഗ്രാമിന്റെ നാഴികക്കല്ലെന്നാണ് വിക്ഷേപണത്തെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഇറാൻ സ്പേസ് ഓർഗനൈസേഷന്റെ സൊറയ്യ ഉപഗ്രഹം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഗാം 100 സാറ്റലൈറ്റ് കാരിയറിനൊപ്പം വിജയകരമായി വിക്ഷേപിച്ചു. 500 കിലോമീറ്ററിൽ കൂടുതൽ ഭ്രമണപഥത്തിൽ ഒരു ഉപഗ്രഹം വിജയകരമായി സ്ഥാപിക്കുന്നത് ഇതാദ്യമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി പറയുന്നു. മാത്രമല്ല 50 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് 750 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചതെന്ന് ഇറാന്റെ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഇസ സെരേപൂർ പറഞ്ഞതായും IRNA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം UN സുരക്ഷാ കൗൺസിൽ പ്രമേയത്തെ ധിക്കരിക്കുന്നതാണെന്നും ആണവായുധങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനവും നടത്തരുതെന്ന് ടെഹ്റാനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അമേരിക്ക പറഞ്ഞിരുന്നു. അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട UN ഉപരോധം കഴിഞ്ഞ ഒക്ടോബറിൽ അവസാനിച്ചിട്ടുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയ വിമർശനങ്ങൾക്ക് പലപ്പോഴും ഇറാന്റെ ബഹിരാകാശ പദ്ധതികൾ വിധേയമാകാറുണ്ട്. കാരണം ആണവായുധങ്ങൾക്ക് ആവശ്യമായ യുറേനിയം സമ്പുഷ്ടമായി ടെഹ്റാനിലുള്ളതിനാൽ ആണവ പോർമുനകൾ വഹിക്കാൻ സാധ്യതയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഇറാൻ ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചേക്കുമെന്നാണ് മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, ഇവരുടെ ബഹിരാകാശ പദ്ധതികൾക്കെതിരെ ഉയർത്തുന്ന പ്രധാന വിമർശനം. 2003 വരെ ഇറാന് ഒരു സംഘടിത സൈനിക ആണവ പരിപാടി ഉണ്ടായിരുന്നുവെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികളും പറയുന്നുണ്ട്. എന്നാൽ ഇറാൻ തങ്ങൾക്കെതിരായ അമേരിക്ക ഉയർത്തിയ ആരോപണത്തെ തള്ളി. ആണവായുധ ശേഷി വികസിപ്പിക്കാനുള്ള ആഗ്രഹമല്ല പദ്ധതിക്ക് പിന്നിലെന്നും റോക്കറ്റ് വിക്ഷേപണങ്ങൾ ആഭ്യന്തരമോ അല്ലെങ്കിൽ പ്രതിരോധ ആവശ്യങ്ങൾക്കോ വേണ്ടി മാത്രമാണുള്ളതെന്നും ഇറാൻ നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നു. കഴിഞ്ഞ ദശകത്തിൽ ഇറാൻ നിരവധി ഹ്രസ്വകാല ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് അയച്ചിരുന്നു. എന്നാൽ അവയിൽ ഭൂരിഭാഗവും വിജയം കണ്ടിരുന്നില്ല. ഒരു ഉപഗ്രഹവാഹക റോക്കറ്റായ സിമോർഗ് പ്രോഗ്രാമിനായി തുടർച്ചയായി 5 വിക്ഷേപണങ്ങൾ നടത്തിയതിൽ 5ഉം പരാജയപ്പെടുകയും ചെയ്തു. എങ്കിലും 2020 ഏപ്രിലിൽ രാജ്യത്തിന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമായ നൂർ 1 വിക്ഷേപിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു.